أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وأصحابه أجمعين. أما بعد. SKSSF മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഖുർആൻ തഫ്സീർ ക്ലാസ് അൽഹംദുലില്ലാഹ് സ്തുത്യർഹമായ നിലയിൽ എപ്പിസോഡുകൾ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ച ഹദീസിന്റെ ചെറിയൊരു വ്യാഖ്യാനത്തിലൂടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിച്ച ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഹദീസിൽ, അഥവാ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ എനിക്ക് സ്വർഗം പോലും വേണ്ട, എനിക്ക് നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നേനെ എന്ന് പറയുമായിരുന്നു. അതേ നിമിഷം തന്നെ ഒരു കാഫിറായ മനുഷ്യൻ, ഒരു അവിശ്വാസി, അള്ളാഹുവിന്റെ അടുക്കലുള്ള റഹ്മത്തിനെ കുറിച്ച്, റഹ്മത്തിന്റെ ആ കുമ്പാരത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ ചിലപ്പോൾ വിചാരിച്ചേനെ, എനിക്ക് ആ സ്വർഗത്തിൽ ഒരു ദിവസം ഞാനും പ്രവേശിക്കും എന്നവൻ കരുതിയേക്കും. പക്ഷെ ഒരിക്കലും അവൻ സ്വർഗത്തിൽ കടക്കില്ല. കാരണം അവൻ എന്നെന്നും ശാശ്വതമായ നരകത്തിലാണ്. സത്യവിശ്വാസിയാണെങ്കിലോ അവൻ സ്വർഗത്തിലുമാണ് എന്നും. പക്ഷേ അവരവരങ്ങനെ കരുതിപ്പോകും റബ്ബിന്റെ അപ്പോൾ നമ്മുടെ വിഷയവും തന്നെയാണ് ഖൗഫും. അള്ളാഹു ശിക്ഷയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. കാരുണ്യമാണെങ്കിൽ അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവനുമാണ്. ഇത് പറയുമ്പോൾ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം. അദ്ദേഹമാണല്ലോ ഫത്ഹുൽ ബാരിയുടെയൊക്കെ ഗ്രന്ഥകർത്താവായ മഹാനവർകൾ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം മിസ്റിൽ ഖാദിൽ ഖുളാത്തായി സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു യഹൂദിയെ കാണാനിടയായി, ഒരു ജൂതനായ മനുഷ്യനെ കാണാനിടയായി. ആ ജൂതനാണെങ്കിൽ എണ്ണക്കച്ചവടം, നെയ്യിന്റെ കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ കറ പുരണ്ട് ഒരു അഴുക്കിലായിട്ട് ജീവിക്കുന്ന ഒരു തരത്തിലുള്ള ജോലിയാണ്. അപ്പോ ജൂതന്മാർക്ക് എന്നും കുതന്ത്രമുണ്ടാവും, അവരുടെ കുബുദ്ധികൾ ഉണ്ടാകും, അവർ പല ക്വസ്റ്റ്യൻസുകളും ഇസ്ലാമിനെതിരെ പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാനായ ഖാദിൽ ഖുളാത്തായുന്ന മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹു അൻഹുവിനോട് ആ യഹൂദി ചോദിക്കുകയാണ്, അല്ല തങ്ങളെ, അല്ല ഖാദി, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെയോ? എന്താണ്? ചോദിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വജനത്തുൽ കാഫിർ. ഈ ഭൗതിക ലോകം കാഫിറിന്റെ സ്വർഗവും മുസൽമാന്റെ ജയിലറയുമാണ് ഈ ദുനിയാവെന്ന് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ, പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രശ്നം? അപ്പോൾ ആ യഹൂദി, ആ ജൂതൻ പറഞ്ഞു, എന്നാൽ എനിക്കൊരു പ്രശ്നം പറയാണ്ട്. എന്താണ്? ഞാൻ എന്റെ ജോലി ഇതാ ഈ സെയ്ത്തുമായി, ഈ എണ്ണയുമായി കലർന്നിട്ട് എന്റെ ജീവിതം ആകെ അഴുക്ക് പുരണ്ട്, എന്റെ വസ്ത്രങ്ങൾ, എനിക്കിവിടെ ഒരിക്കലും സുഖമില്ല, എനിക്കൊരിക്കലും ഇവിടെ സ്വർഗമല്ല, എനിക്കിവിടെ വളരെ കഷ്ടപ്പാട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥയാണെങ്കിലോ, നിങ്ങൾക്ക് ഇവിടെ ഈ ദുനിയാവിൽ നിങ്ങൾ സന്തോഷത്തോ എന്നെക്കാളും ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്കല്ലേ, നിങ്ങൾ ഖാദിയല്ലേ ഈ നാട്ടിലെ എന്നൊക്കെ പറഞ്ഞ്, അപ്പോ റസൂലുള്ളാന്റെ ഈ വാക്കിന് എതിരാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ, എന്നൊരു സംശയം ആ യഹൂദി തന്റെ കുബുദ്ധി അങ്ങ് പ്രയോഗിച്ചപ്പോ മഹാനവർകൾ അവിടെ ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹാനവർകൾ പറഞ്ഞു കൊടുത്തു, എന്റെ മുത്തുനബി പറഞ്ഞത് ഒരിക്കലും എതിരല്ല, എന്റെ മുത്തുനബി പഠിപ്പിച്ചത് ഒരിക്കലും എതിരാകുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖമുണ്ടല്ലോ, ഈ സുഖം നാളെ നിനക്ക്, നിന്റെ ഈ ജോലിയുണ്ടല്ലോ, നീ പറഞ്ഞ ഈ സെയ്ത്തുമായി ഇടപഴകിയിട്ട് നിനക്ക് കഷ്ടപ്പാട് എന്ന് പറഞ്ഞ ഈ ജോലിയുണ്ടല്ലോ, നാളെ അള്ളാഹുവിന്റെ സന്നിധിയിലെത്തിയാൽ നിനക്ക് അവിടുന്ന് അനുഭവിക്കാൻ പോകുന്ന ഭയാനകമായ ശിക്ഷയോർക്കുമ്പോൾ നിനക്കിത് സ്വർഗമാണ്, ഇവിടെ സ്വർഗമാണ്. ഞാനിവിടെ ഖാദിയാണ്, നീ പറഞ്ഞല്ലോ എനിക്കിവിടെ സുഖമാണ്, എനിക്ക് ജോലിയില്ല. ശരിയാണെന്നാൽ ഈ ഒരു ജീവിതം എനിക്ക് നാളെ റബ്ബ് എനിക്ക് സ്വർഗമാണ് തരുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ്
അവിടുത്തെ ആ സുഖത്തിന്റെ ആ സ്വർഗാനുഭൂതി നോക്കുമ്പോൾ എന്റെ ജോലി ഇവിടെ എനിക്ക് തടവറയാണ്, എനിക്ക് ജയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് നിനക്കല്ലാഹു ഈ തരുന്ന സുഖം ഒരിക്കൽ പോലും നീ റബ്ബിനെ സുജൂദ് ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും നീ റബ്ബിനെ ആരാധിച്ചിട്ടില്ല, എന്നിട്ട് പോലും നിനക്ക് അല്ലാഹു ഭക്ഷണം തരുന്നില്ലേ, നിനക്ക് ജീവിക്കാനുള്ള സുഖ സൗകര്യങ്ങൾ തരുന്നില്ലേ? ഇതൊക്കെ റബ്ബ് തആല തരുന്നത് അവന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. ഇതങ്ങ് പൂർത്തിയായപ്പോ ആ ജൂതൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, പരിശുദ്ധമായ ദീനിന്റെ കാവൽ ഭടനായി ആ മനുഷ്യനങ്ങ് മാറിയപ്പോൾ, ഞാനിത് പറയാനുള്ള കാരണം റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ ദുനിയാവിൽ വളരെ വിശാലമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.